പുളിങ്കറി വെക്കാൻ കപ്പ പറിക്കുന്ന മിനിയമ്മ. എന്നാ അയ്യോ രണ്ടിറങ്ങ് വേറെ ഉണ്ട്, എന്നാലും മുഴുത്തതായിരുന്നു അത്. അത് ഞാൻ മിനിഞ്ഞാന്ന് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവിടെ മണ്ണൊന്നും മാറിയിട്ടില്ല. അത്രയും ചോദിച്ചു ഇതുകൊണ്ട് ഇത്രയും വലുതായിരുന്നുണ്ടോ. രാവിലെ എന്നാലൊന്ന് പറിച്ച് വെക്കുവാണെങ്കിൽ എന്നല്ല ഇപ്പോൾ ചെറുക്കണമെന്നാൽ പിന്നെ പറിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് പോയ ഒരെണ്ണം കൂടെ നിൽപ്പുണ്ട്, അവിടെ ചുമ്മാ പൊക്കി നോക്കട്ടെ. അത് എലി കൊണ്ടുപോയി അതുകൊണ്ട് ഇത് നോക്കാം. ഓ അയ്യോ രണ്ട് ചെറുത്. അത് എലി പിടിച്ചിട്ടുണ്ടോ? ഓ ഉണ്ടായിരുന്നോ പോയി ഇത് എവിടെ ഉണ്ടോ? കൊണ്ടുപോയി വലുതെല്ലാം കൊണ്ടുപോയി, ചെറുതെല്ലാം നിർത്തിയേക്കുവായിരുന്നു. ചെറുത് നിന്നിട്ട് വലുത് കൂടെ അല്ലേ? എന്നാ ഒരു എലിയൊക്കെയാണോ? കരിയാപ്പിലെടുക്കാൻ വന്ന സമയം കൊണ്ട് തന്നെ കരിയാപ്പ് കണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ കരിയാപ്പുള്ളത്? അങ്ങനെ ഉള്ള മണ്ട ഒടിച്ചോടിച്ച് കരിയാപ്പില്ല. ഞങ്ങളുടെ സ്വന്തമായിട്ട് നെച്ചിരിച്ച് ഓടിക്കും. എൻ്റെ കപ്പയില്ല. അമ്മയ്ക്ക് അങ്ങ് വിഷമം, കപ്പ പോയി. ആ പാടെ ഇച്ചിരി ഉള്ളായിരുന്നു. ഇവിടെ വാഴ നിൽക്കുന്നുണ്ട്, ഇനി ഇതെല്ലാം കൊലയ്ക്കണം. അങ്ങോട്ട് ഇത്ര കിട്ടുതേ കിട്ടിയതാട്ടെ. ഇത് അടിയെടുത്ത് വെക്കുവാണെങ്കിലേ എന്നാ നാളെ നമ്മൾ ഇവിടുന്ന് പുല്ല് പറിപ്പിച്ചിട്ട് മൊത്തം കാട് പിടിച്ച്. നമ്മുടെ പുളി, ഇരുമ്പം പുളിയൊക്കെ നിൽക്കുന്ന കണ്ടോ? അത് വല്ലതും ഉണ്ടോ അമ്മേ? നമ്മൾ പ്ലാവേ മാത്രമേ ഉള്ളൂ ഉണ്ടാകാത്ത. അതെ, ഇത്രയും വലിയൊരു പ്ലാവുണ്ട് ഇവിടെ, പക്ഷെ അതിൽ ഒരു ചക്ക പോലും ഉണ്ടാവുന്നില്ല. ഇതുവരെ ഒരു വട്ടമെങ്കിലും ഒന്ന് കായ്ക്കാൻ അതിന് തോന്നണമല്ലോ. എന്തെല്ലാം ഞാൻ ചെയ്തു അതിനെ കായ്ക്കാൻ വേണ്ടി, ഒരു രക്ഷയില്ല. അപ്പൊ കപ്പ കിട്ടി. ഇനി ഞങ്ങൾ വൈകിട്ട് ഇവനെ ചിലപ്പം പുളിങ്കറി വെക്കും. കാണിക്കാം. പുളിങ്കറിയോ അല്ലെങ്കിൽ പുഴുങ്ങാനുണ്ട് അല്ലേ? പുഴുങ്ങാനുള്ള ഉണ്ട്. ഉണ്ട്. ഞങ്ങൾ വൈകിട്ട് പുഴുങ്ങി മുളക് ഇടിച്ച് കാണിക്കാം.